ഈ വഹാബികളുണ്ടല്ലോ ആണ്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ആണ്ട് യാസിൻ കബ്രാലിലോട് സലാം പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹജ്ജിന് പോകുന്നുണ്ട്. ഈ ഹജ്ജിന് പോകുന്നത് ഇബ്രാഹിം നബിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അതിനെന്ത് ന്യായമാണ് അത് പറയുന്നത്? അതാണ് സുന്നികൾക്ക് ഏറ്റവും വലിയൊരു തെളിവാണ് ഹജ്ജ് എന്നുള്ളത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആണ്ട് മാത്രമല്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, ആ പറയപ്പെട്ട ആളുകളുടെ ഒക്കെ അനുസ്മരണമാണ്. നമ്മളൊരാളെ ആണ്ട് നമ്മൾ കഴിക്കൂലേ, വർഷം കൂടുമ്പോൾ ഉറൂസോ ആയിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ ആണ്ടൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. എന്തായാലും നടക്കുന്ന പരിപാടി എന്താ? അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാം അല്ലേ? ഉദ്കുറു മഹാസിന മൗത്താക്കുന്ന, അത് നമുക്ക് തെളിവായി. മരിച്ചവരെ കുറിച്ച് നല്ല നിങ്ങൾ പറയണമെന്ന്. പിന്നുള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹകൾ പറയാം. അതും തെളിവുകൾ ഒരുപാടുണ്ട്. മുത്തുനബിന്റെ മദഹ് പറഞ്ഞ മൗലിദ് അല്ലല്ലോ ഇപ്പം അതല്ലേ? മങ്കൂസ് മൗലിദിൽ ഇപ്പം അതല്ലേ ഉള്ളത്? മൗലിദ് ശിർക്ക് എന്നുള്ളത്. ഈ ശിർക്ക് എന്താന്ന് അവർക്ക് തിരിഞ്ഞിട്ടില്ല. ഷെയ്ഖുന ഉസ്താദ് അവറുകളെ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചിട്ട് അവരെ പിടിച്ചു നിർത്തിയ ഒരു വിഷയമായിരുന്നു എന്താണ് ശിർക്ക്. വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിൽ മുജാഹിദുകൾക്ക് വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ട് എന്താണെന്ന് സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു കൊട്ടപ്പുറത്തന്നെ ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. സമ്മാനം പറഞ്ഞാൽ കുറച്ച് പരാജയം സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറിച്ചിറങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറിച്ചിട്ട് കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണ്ണമായ സംവാദത്തിൽ പങ്കെടുത്താണ്. സംവാദം ഞാൻ സ്റ്റേജിൽ അതൊക്കെ ഞാൻ കുറിപ്പൊക്കെ ഉണ്ടാക്കി ഞാനായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മറ്റു അലിക്കുമലുമായിരുന്നു. ഞങ്ങൾ എല്ലാ വിഷയങ്ങളൊക്കെ സജ്ജമാക്കി. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ആപ്പിന്റെ ഇതിന്റെ സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ. ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അവിടെ ഞങ്ങൾ ചർച്ചയിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലുള്ള ആ സമയത്ത് വരിക അവിടെ കയറിയ പറ്റിയ സ്റ്റേജിൽ അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കൊട്ടപ്പുറത്ത്. കാരണം ശിർക്കിന്റെ നിർവചനം ചോദിച്ചപ്പോൾ കുറെ ഖുർആന്റെ ആയത്തിലുള്ള ഓതിയിട്ട് പ്രസംഗിച്ചാൽ മതി തീർക്കാന്ന് പറഞ്ഞത്. നിർവചനം പറഞ്ഞ സംഭവം ഖുർആനില്ല എന്ന് പറഞ്ഞിട്ട് വിവരിച്ചാൽ അതിനും സാധ്യത ഒറ്റ ആയത്ത് മാത്രം ഓതുന്നു. എത്ര 100 ആയത്ത് ഖുർആനിലുണ്ട് തോഹീന്റെ. നിർവചനം ചോദിച്ചുമ്പോൾ തന്നെ വിശദീകരിച്ചാൽ മതി. നിർവചനം പറയുന്ന സ്വഭാവം ഖുർആനില്ല, ഹദീസിലും. പണ്ഡിത് ചോദിച്ചാൽ ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ വാചാലത ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നിഷ്പക്ഷ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിയുള്ളൊരു ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുലിദുല്ലദീന സഅംതും മിൻ ഇമ തന്നെ കടന്നിട്ട് കളിച്ചാണ്. മര്യാദക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ശിർക്ക് എന്താന്ന് പറഞ്ഞാൽ ഓരോ പ്രസ്ഥാനം പൊളിഞ്ഞു. അതോടുകൂടെ ഓരോ വിഷയം. അതുകൊണ്ട് ശിർക്ക് ഓല് തൊടൂല. ശിർക്ക് എന്ന് പറയാന്നല്ലാണ് എന്താണ് ശിർക്ക്. ഓല് പഠിച്ചാൽ ശിർക്ക് എന്ന് വെച്ചാല് മരിച്ചുപോയ ആൾക്കാരോട് സഹായം തേടുമ്പോൾ ശിർക്കാവും ആണ് പറയലാണ്. ശിർക്ക് എന്താന്ന് പോലും അവർക്ക് അറിയില്ല. അതായത് നമ്മളെ വിഷയത്തേക്ക് വരിക. ഇപ്പോൾ ആണ്ട് കഴിക്കണതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ കുറിച്ച് നല്ലത് പറയാം. പിന്നെ അവരുടെ പേരിൽ അവർക്ക് കൂലി കിട്ടാൻ വേണ്ടിയും ഈ ചെയ്യുന്ന ആളുകൾക്ക് കൂലി കിട്ടാൻ വേണ്ടിയും ആളുകളെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഈ ത്വാം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വീട്ടിലേക്ക് കുറേ ആളെ വിളിച്ചുകൊണ്ട് ഭക്ഷിപ്പിക്കുക, ഭക്ഷണം നൽകുക എന്നുള്ളത് ഇസ്ലാം പുണ്യം നൽകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ആണ്ടിൽ നടക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം ആണ്ടിൽ നടക്കണില്ല. ഇതേ ഒരു വിഷയമാണ് എല്ലാ കൊല്ലവും മക്കത്ത് നടക്കുന്ന ഹജ്ജ്. അതിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഇതേ ഒരു വിഷയമാണ്. അനുസ്മരണമാണ്. ഇബ്രാഹിം നബി അനുസ്മരിക്കുക, ഇസ്മായിൽ നബി അനുസ്മരിക്കുക, ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അനുസ്മരിക്കുക. സഫാ മർവയ്ക്കിടയിൽ നിന്ന് വെള്ളം തേടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിരുന്നു, ഓടിയിരുന്നു ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ആ ഒരു അനുസ്മരണയാണ് സഈ ചെയ്യുക എന്നുള്ളത്. അതാണ്. അതേപോലെയാണ് ഈ പറയുന്ന ഈ ഹജ്ജിലൊക്കെ സംഭവിക്കുന്നത് അനുസ്മരണം മാത്രമാണ്. അപ്പോൾ സുന്നികൾക്കാണിത് തെളിവ്. ഇവരൊക്കെ കൊല്ലം ഹജ്ജിന് പോകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവർ പറയുന്നത് അനുസ്മരണം പാടില്ല, മഹാന്മാരെ ഓർക്കാൻ പാടില്ല എന്നൊരു പറയണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഇവരെങ്ങനെ ഹജ്ജിന് പോകും? അതൊരു ചോദ്യമല്ലേ? അവരോട് ചോദിക്കണം എങ്ങനെ നിങ്ങൾ ഹജ്ജിന് പോകും. പിന്നെ വേറൊരു വിഷയമുണ്ട്. പക്കത്ത് പോയാൽ പോലെ എങ്ങനെയാണ് ഖുത്ബ ഓതല്? അറബിയിലാണ്. ഇവരിങ്ങനെ ഖുത്ബ കേൾക്കല്. മലയാളത്തിൽ ഓതിയാൽ പോലെ ഖുത്ബ ശരിയാവുള്ളൂ. അപ്പോൾ മക്കത്ത് എത്ര അധികം ആളുകൾ, പല ഭാഷക്കാരുണ്ടാവും. മലയാളം തന്നെ പല രൂപത്തിലുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഭാഷയിൽ ആ പറയുന്ന മക്കത്തെ ഇമാമ് ഖതീബ് എന്ത് ചെയ്യേണ്ടി വരും? ഖുത്ബ ഓതേണ്ടി വരും, ചെയ്യേണ്ടി വരും ചിലപ്പോൾ. യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് എന്ന് പറയുന്നത് വഹാബിസത്തിൻ്റെ അടിത്തറ തന്നെ പൊളിക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ തെളിവ് ആണ്ട് കഴിക്കാൻ പറ്റും, അനുസ്മരണം നടത്താൻ പറ്റും എന്നുള്ളതിന് തെളിവാണ്. രണ്ടാമത്തെ വിഷയം എന്താ? ഖുത്ബ മലയാളത്തിലാകണം. മലയാളത്തിലെ തിരിയണ ആൾക്കാർക്ക് തിരിയണ ഭാഷയിലാകണ്ടേ. അപ്പോൾ ഇവർ പോയാൽ എല്ലാവർക്കും അറബി തിരിയണവരാണോ ഇവർ പോണത്? ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആര് ചെയ്യുന്നു? അതാണ് ചോദിക്കണത്. അപ്പോൾ ഒരൊറ്റ ഭാഷയിൽ, അറബി എന്ന ഭാഷയിൽ ഖുത്ബ ഓതുന്ന എല്ലാവരും അത് അംഗീകരിക്കുന്നു.
അപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൂട്ടാണ്. എന്ത് മുത്തുനബി പഠിപ്പിച്ചു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഞാൻ ജുമാ നിസ്കരിച്ചത് എങ്ങനെയാണ്? അറബിയിൽ ഖുത്ബ ഓതിയിട്ടാണ്. അതുകൊണ്ട് അറബിയിൽ തന്നെ നിങ്ങൾ ഖുത്ബ ഓതി നിസ്കരിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. അതാണ് ഏറ്റവും വലിയ മക്കത്തെ ഖുത്ബ അടക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും പല ഭാഷക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ഒരൊറ്റ ഭാഷയിലാണ് ഖുത്ബ ഓതുന്നത്. ആ ഖുത്ബ ശരിയാകാണ്ട് ഇവരെ ഹജ്ജ് എങ്ങനെ ശരിയാവും? ഇവർ ആ പറയുന്ന ഖുത്ബ കേട്ടിട്ട്, അറബി ഖുത്ബ കേട്ടിട്ടാണ് ഇവർ ജുമാക്ക് അവിടെ കൂടുന്നത്. അങ്ങനെ ജുമാക്ക് കൂടിയിട്ട് ജുമാ ശരിയാകാണ്ട് പിന്നെ ഒരു ഹജ്ജിന് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വെറുതെ പൈസയും ചിലവാക്കിയിട്ട്, വഹാബിനെ കുറിച്ചാണ് പറയണത്, വെറുതെ പൈസയും ചിലവാക്കിയിട്ട് അവിടെ പോയിട്ട് അറബിയിലെ ഖുത്ബയും കേട്ട് ഇബ്രാഹിം നബിൻ്റെ അനുസ്മരണം നടത്തി, ഇസ്മായിൽ നബിൻ്റെ അനുസ്മരണം നടത്തി, അതുപോലെ തന്നെ ഹാജർ ബീവിൻ്റെ അനുസ്മരണം നടത്തി പോരുകയാണ്. ഓരോ ഭാഷയിൽ തന്നെ ഹജ്ജ് ശരിയല്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഒരു ഹജ്ജിന് പോകണമെന്നാവും? ചുരുക്കി പറഞ്ഞാൽ ഹജ്ജ് എന്നുള്ളത് സുന്നികൾക്ക് തെളിവാണ്. അതുപോലെ തന്നെ ഖബർ സിയാറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ ചിലരാട് പോകില്ല, ചിലപ്പോൾ നാട് കാണാൻ പോകും, ചിലവർ മദീന എങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി പോകും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. എന്തായാലും സിയാറത്ത് ചെയ്യൽ എന്താണ്? പുണ്യാണ്. അപ്പോൾ അതും കിട്ടി, സിയാറത്തും പുണ്യാന്ന് കിട്ടി. അതുപോലെ തന്നെ അനുസ്മരണം നടത്തി, ആണ്ടനുസ്മരണം നടത്താൻ പുണ്യാണെന്നും കിട്ടി. അതുപോലെ തന്നെ ഖുത്ബ എന്തിൽ തന്നെ ആകണം? അറബിയിൽ തന്നെ ആകണം എന്നുള്ളതും കിട്ടി. ആ ഒരു ആരാധനയാണ്. മുത്തുനബി എങ്ങനെയാണോ നമ്മളെ കൽപ്പിച്ചത്, നമ്മളോട് പറഞ്ഞത്, നമ്മൾ നിർദ്ദേശിച്ചത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. വെറും മനസ്സിലാവുക എന്നുള്ള വിഷയം മാത്രമല്ല, അതിൻ്റെ ടോട്ടലി മനസ്സിലാവുക എന്നതിനപ്പുറത്തേക്ക് എല്ലാം മനസ്സിലായിട്ടേ ഖുത്ബ ഓതാൻ പറ്റൂ എന്നൊരു സിസ്റ്റം അവിടെ അല്ല. അതൊരു ആരാധന കർമ്മമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസം വരാൻ പോവാണ് അല്ലേ? ഹജ്ജിൻ്റെ മാസത്തിലാണ് നമ്മളുള്ളത്. ഹജ്ജിൻ്റെ ഏകദേശ അമലുകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. പല അമലുകളായിട്ടും പല പ്രവർത്തനങ്ങളായിട്ടും ഹാജിമാർ ഇപ്പോൾ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വിഷയം അതാണ്. വഹാബികൾ ഹജ്ജിന് പോയിട്ട് കാര്യമില്ലല്ലോ, കാരണം അവർ ഇവിടെ പറയണതൊന്നും അവിടെ പോയിട്ട് ചെയ്യണത് വേറെ ഒന്നും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ഓർമ്മപ്പെടുത്തണം.